Hi folks, rejection blocks. So ഞാൻ നിങ്ങളുടെ മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു PDRA to PDRA trading. For example, rejection block to rejection block, equilibrium to equilibrium, order blocks to order blocks, breaker blocks to breaker blocks. സൈഡ് നോട്ടിൽ ബ്രേക്കർ ബ്ലോക്സും ഓർഡർ ബ്ലോക്സും സെയിം തന്നെയാണ്. സോ നമുക്ക് ഇവിടുത്തെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് നമ്മുടെ ബയാസിനെ കൺഫേം ചെയ്യുന്ന ഒരു ടൂളാണ് PDRA. സോ നമ്മളുടെ ആ ഒരു ഫ്രൈഡേ ഫുള്ള് ബുള്ളിഷ് ആയിരുന്നു. സോ നമ്മൾ ഫൈനൽ അവറിൽ ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു റിട്രേസ്മെന്റ് എക്സ്പെക്ട് ചെയ്തിരുന്നു. ലോവർ ടൈം ഫ്രെയിമിൽ ഒരു റിവേഴ്സലാണ്, ഹയർ ടൈം ഫ്രെയിമിൽ ഒരു റിട്രേസ്മെന്റ് ആണ്. സോ എക്സാക്ട്ലി ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിലാണ് പ്രൈസ് ടാപ്പ് ചെയ്ത് നമുക്ക് റിവേഴ്സൽ കിട്ടിയത്. സോ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കാം ഇതൊരു ഈക്വൽ ഹൈ ആണെന്ന്, പക്ഷേ ഇത് ഈക്വൽ ഹൈ അല്ല. നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 696575 ആണ്. നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് 696550 ആണ്. നമുക്കൊരു 0.25 എന്നുള്ളൊരു പോയിന്റ് താഴെയാണ്, നമ്മുടെ ഒരു ക്വാർട്ടർ പോയിന്റ് താഴെയാണ് നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കുന്നത്. സോ ആ ഒരു ക്യാൻഡിലിന്റെ ക്ലോഷർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സോ ഒരു ക്യാൻഡിൽ ക്ലോഷർ നമുക്ക് എക്സാക്ട്ലി ഈ ഒരു പോയിന്റിൽ ഈ ഒരു ടൈം നിങ്ങൾ സ്റ്റഡി ചെയ്യുക. ഏറ്റവും ഹൈ ഫോം ആയിരിക്കുന്നത് 1552ലും 1551ലുമാണ്. സോ ആ ഒരു ടൈം നിങ്ങൾ സ്റ്റഡി ചെയ്യുക. നിങ്ങളുടെ മുമ്പ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാക്രോ. ആ മാക്രോയിൽ വന്നിരിക്കുന്ന ഒരു ടൈമാണ്. അതുപോലെ ഇതൊരു ഫൈനൽ അവർ ട്രേഡിംഗ് ആണ്. സോ എക്സാക്ട്ലി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. ഇതൊരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് തിരിച്ച് പ്രൈസ് റീട്രേസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് തിരിച്ച് നമുക്ക് റിട്രേസ്മെന്റ് കിട്ടാറുന്നത്. പിന്നീട് എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ടാപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ഒരു വോളിയം ഇംബാലൻസ് ഉള്ളതുകൊണ്ടാണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഇതൊരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ആണ്. ആക്ച്വലി ഈ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ക പ്രിസിഷൻ പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി ഈ ഒരു ക്യാൻഡിലിന്റെ ലോ, ഈ എന്താ പറയാ, വോളിയം ഇംബാലൻസിന്റെ ഒരു 2 പോയിന്റ് മുകളിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ഈ ഒരു വിക്കിന്റെ എക്സാക്ട് ലോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. അന്നേരം നിങ്ങൾക്ക് ഒരു 1:2 അല്ലെങ്കിൽ 1:3 നിങ്ങൾക്ക് എയിം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള ഈ ഒരു ലോയും ഈ ഒരു ഗ്യാപ്പും എയിം ചെയ്യാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഓവറോൾ ട്രേഡ്. നമ്മുടെ ഇതൊരു 2022 മോഡലാണ്. സോ നിങ്ങൾക്ക് ലൈക്ക് വേറെ കൺഫർമേഷൻസും SMTസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യാം നിങ്ങളുടെ കോറിലേറ്റഡ് പെയർസുമായിട്ട്. സോ ഇതാണ് റിജക്ഷൻ ബ്ലോക്ക്. സോ എനിക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഒരു അഡീഷണൽ പോയിന്റ് ആണ്. സോ ഈ ഹൈ തൊട്ട് ഈ ലോ വരെ നമ്മുടെ പ്രൈസ് ബൈപ്പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് CIST കിട്ടുന്നത്. സോ നിങ്ങൾ ആ ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഞാൻ ആ ഹൈയും ആ ലോയും എടുത്തത്, നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്യുക. എന്തുകൊണ്ട് ഈ ഒരു ലോ ഞാൻ എടുത്തു, എന്തുകൊണ്ട് ഈ ഒരു ലോ ഞാൻ ചൂസ് ചെയ്തില്ല എന്നൊന്ന് സ്റ്റഡി ചെയ്യുക. അതേപോലെ തന്നെ ആ ഒരു ഡേയുടെ ബയാസ് ഫോം ചെയ്യാനായിട്ട് എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് നമുക്കൊരു റിട്രേസ്മെന്റ് ആയില്ല, അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തപ്പോൾ നമുക്കൊരു റിവേഴ്സൽ ആയില്ല, ഈ ഒരു ലിക്വിഡിറ്റി എടുത്തപ്പോൾ നമുക്ക് റിട്രേസ്മെന്റ് ആയില്ല, ആ കാര്യങ്ങളൊന്ന് സ്റ്റഡി ചെയ്യുക. ഞാൻ എന്തുകൊണ്ടാണ് 1 hour ചാർട്ടിൽ അത് നിങ്ങളെ കാണിക്കുന്നത് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് നാസ്ഡാക്കിന്റെ 1 hour ചാർട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ESന്റെ 1 hour ചാർട്ടും കൂടെ എടുത്ത് സൈഡ് ബൈ സൈഡ് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ഒരു കാര്യം നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ട്രേഡിങ്ങിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് വെറുതെ ഈ ഒരു ഗ്യാപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് വെറുതെ സംശയിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഗ്യാപ്പിനെ ഡിസ്പ്ലേസ് ചെയ്ത് പോകുമോ, അതോ ഈ ഒരു ഗ്യാപ്പിനെ തട്ടി തിരിച്ച് ഈ ലോസിലേക്ക് വരുമോ എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ ഈ ഒരു ഏരിയ സ്റ്റഡി ചെയ്യുക, അതേപോലെ ഈ ഒരു എക്സാക്ട് പാർട്ട് സ്റ്റഡി ചെയ്യുക. സോ ഇതൊരു എക്സാക്ട് മാർക്കറ്റ് മേക്കർ മോഡലിന്റെ ബൈ സൈഡ് ഓഫ് ദ കർവും മാർക്കറ്റ് മേക്കർ മോഡലിന്റെ സെൽ സൈഡ് ഓഫ് ദ കർവും ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. സോ അണ്ടിൽ ദെൻ ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.